ശരണ്യ ഇതെന്നാ അടിക്കാണ്? കൂമ്പാ? ഇതെന്നാ? ഞാൻ ശരണ്യ എന്തോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി കണ്ട് ഞാനൊരു വീഡിയോ ചെയ്യാല്ലെന്നോർത്താ. കൂമ്പ് കൊത്തി തീർന്ന ഇന്നല്ലേ ഞാൻ വന്നപ്പോ. ഞാനെന്നാ ഒരു വീഡിയോ ചെയ്യാനെന്നോർത്ത് വന്നപ്പോൾ സംഭവമൊക്കെ കൊത്തി തീർന്നല്ലേ. ഇന്ന് കൂമ്പുതോരൻ മാത്രമേ ഉള്ളൂ. ഓ, ഇന്ന് കറി കുറേ ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് എന്താണ് രാവിലെ ഒന്ന് റെഡിയായി ഒക്കെ ഇരിക്കണ്ടേ, ഒന്ന് ഒരുങ്ങിയൊക്കെ ഇരിക്കണ്ടേ? മാലയൊന്നും ഇട്ടിട്ടില്ല. ഇന്ന് കുളിച്ചിട്ടില്ല. ഇതെന്താണ് വാദിക്കായി വന്നിരുന്ന് കൊത്താൻ കാരണം? കാഴ്ചയും കണ്ട് ഇരുന്ന് കൊത്തണം അല്ലേ? സെയില് പോണം. ഞാനിപ്പോ ചണ്ണി കൊത്തണ കണ്ടപ്പോ ഒരു വീഡിയോ ചെയ്തേക്കല്ലോ. ഓ പിന്നെ കയ്യെ മൊത്തം കറയണല്ലോ. കാണിച്ചേ, കൈ കാണിച്ച്. ഒച്ചോ, ഇതിന് മറ്റേ ആ ഒരു ഗ്ലൗസ് മേടിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പൊ കയ്യെ കറ പറ്റിയേ പറ്റുള്ളൂ. പിന്നെ ചണ്ണിക്ക് മേടിച്ച് തന്ന കയ്യിലിട്ടുണ്ട് പച്ചക്കറിയൊക്കെ അരിയണ ഗ്ലൗസ് ഇടാഞ്ഞിട്ടല്ലേ. അനുഭവിച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കയ്യായിരുന്നു. അതൊക്കെ മെനകേടാ. പിന്നെ വന്നതിന്റെ പാത്രം കഴുകി തുടങ്ങി. ഈ കുക്കർ അടിക്കണല്ലോ, അതെന്നാ? പയർ വേകാനിട്ടല്ലേ? പാത്രം കഴുകാൻ കയറിയത് എന്താന്ന് എനിക്ക് മനസ്സിലായി. കയ്യേലെ കറകളയാനാണ്. എന്നാ ബാക്കി നമുക്ക് തോരൻ വെക്കണ വീഡിയോയിലേക്ക് പോകാം. എന്നാണ്? വറുത്തതല്ല, പെരട്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ എന്നാണ്? ചൂടൻ കറി വെച്ചിരിക്കുകയാണല്ലേ. ഞാനിതേ ഇന്ന് വീഡിയോ എടുക്കുമെന്ന് ഒരു ഉദ്ദേശത്തിലല്ല, പെട്ടെന്ന് ശനിയ കൊത്തണ കണ്ടപ്പോൾ എടുത്തതാണ് അല്ലേ. എൻ്റെ ഏറൊക്കെ കളഞ്ഞിട്ടേ പൊക്കാവുള്ളേ. വെള്ളം ഇച്ചിവിടെ പറ്റാനുണ്ടോ? വെന്തിട്ടുണ്ടോ? നോക്കിക്ക്. വെന്തിട്ടില്ല. അപ്പൊ ഒന്നുകൂടി വേവിക്കണം അല്ലേ? വേവാ? അതെ, അമ്മയുടെ ചോദിക്കുക. എന്നാ അമ്മയുടെ ചോദിച്ചു വേവ് മതിയാണ്. അല്ല കൂട്ടുകാരെ, അമ്മയോട് ചോദിച്ചപ്പോ ഇത് വെന്തില്ലെന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ വേവിക്കാൻ പോവാ. കൈ പൊള്ളരുത്. ഞാൻ എടുത്ത് വെക്കണ? നിങ്ങൾ വേഗം വരെ വെയിറ്റ് ചെയ്യുക. എന്റെ പൊന്നെ, ഇന്ന് നല്ല ഹാപ്പി ആയിട്ടാണല്ലോ ആള് നിക്കണത്. വെയിൽ കൊണ്ട് ഹാപ്പി ആവുക. പനിയും എല്ലാം. മീൻ വറുക്കാൻ തുടങ്ങിയ? തുടങ്ങുമ്പോ ഒന്ന് എന്നെ ഇവിടെ പറയണ്ടേ? വീഡിയോ എടുക്കണ്ടേ? വീട്ടിൽ ചെയ്യുന്നവർ അങ്ങനെ പെട്ടെന്ന് ചെയ്തു പോയി. പിന്നെ ഇവിടെ ഒന്നും ഇതാ പാത്രം നിറഞ്ഞിടക്കുന്ന പാത്രം ഒന്നും കഴിയിട്ടില്ല. പെട്ടെന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വരുമെന്ന് അറിയാൻ മേല. എല്ലാം കഴുകി വെച്ചിട്ട് എടുക്കത്തുള്ളായിരുന്നു. അതിങ്ങനെ കിടക്കുന്നത്. അല്ലെങ്കിൽ നല്ല വൃത്തിയായിട്ടല്ല അടിക്കടിക്ക്. കുഴപ്പമില്ല, വൃത്തികേടൊന്നും ഇല്ല. ഇനി എന്നാണ് ചെയ്യാൻ പോണത്? മീൻ വറുക്കാൻ പോവാ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, പയറ് കൊണ്ട് ഞാൻ താത്തി വെച്ചിട്ടുണ്ട്. അതെന്താ അതാണ് എന്നെ വിളിക്കാഞ്ഞത്. അത് ഞാൻ മറന്നുപോയി. അത് തുറക്കുമ്പോ പറഞ്ഞാ മതി. ഇതാണ് കൊഴുവായല്ലേ? ചൂടൻ.
കൊഴുവല്ല, ചൂടൻ മീൻ. ഈ എണ്ണവില കൂടുമ്പോൾ വറുക്കരുതെന്ന് പറഞ്ഞായിരുന്നല്ല ശരണ്യയുടെ. എന്നിട്ട് ശരണ്യ മീൻ വറുത്തല്ല. എനിക്ക് മീൻ വറുക്കാതെ ചോറ് തിന്നാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലേ? തോരൻ വെക്കുന്നത് നമുക്ക് തോരൻ വെക്കുന്ന കാണാം. ആ അല്ല, തോരൻ വെക്കണ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് പാത്രം കഴുകണതാണല്ലോ. അതെ കൂട്ടുകാരെ, പാത്രം കഴുകാൻ കിടക്കുവായിരുന്നു. പാത്രം കഴുകിയെടുക്കണം. കഴിയാലേ ഇനി ചെയ്യാൻ പറ്റുള്ളൂ. കഴിയാതെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യണം. പിന്നെ വെയിറ്റ് ചെയ്യണം. ശരണ്യ പാത്രം കഴുകണ നേരത്ത് ദേ ഇവിടെ മീൻ വറുത്തോണ്ടിരിക്കുകയാണല്ലേ. ഇത് വറുത്തത് റെഡിയായാന്ന് നോക്ക് ശരണ്യ. വന്നു ആ വറുത്താന്ന് നോക്കിക്കേ. അത് പാത്രമൊക്കെ ഇട്ടു. കയ്യെത്തെറിച്ച് വീഴരുത് കേട്ടാ. ഇതേ ആ ചട്ടിയൊക്കെ ചരിഞ്ഞ കണ്ട. ആ ഈ കടിപ്പൻ എപ്പോഴും ഇടണമെന്ന് ഞാൻ പറയാറുള്ളതാ. അല്ല, നമ്മൾ എന്ത് വീഡിയോ ചെയ്യാന്നാണ് പറഞ്ഞത്? കുറച്ച് പച്ചമുളക് എടുത്തരി എരിവ് കിട്ടാൻ വേണ്ടി. ഈ അടുക്കളയിലേ ഭയങ്കര പുകയുണ്ട് കേട്ടാ. അതെന്തല്ലോ ചോറ് അടുപ്പ കിടക്കുന്നുണ്ട്. സവോള ഇങ്ങനെ നേരത്തെ അറിഞ്ഞായിരുന്നു. പച്ചമുളക് പിന്നെ കടുക് വറുക്കാനും സവോള വേണം. കടുക് വറുക്കാൻ വേണ്ടി സവോള, പക്ഷെ ഉള്ളി അതിന് വേണ്ടി ചുമന്നുള്ളി അതില്ലാത്തതിന് ഞാൻ സവോള വെച്ചാ അഡ്ജസ്റ്റ് ചെയ്യണം. പറഞ്ഞായിരുന്നു ഇവര് മേടിച്ചോണ്ട് വന്നി. ഓ, അതും എനിക്കാണ് കുറ്റം. അങ്ങനെയാണ്, ഒരു സാധനം ഇല്ല അടുത്തൊരു സാധനം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയല്ലേ? അതുകൊണ്ടാ ചെയ്യുന്നത്. ശരണ്യ, അതെ ഇതൊക്കെ പൊട്ടിത്തെറിച്ചതേ ഭിത്തിയിലൊക്കെ വീഴണുണ്ട് കേട്ടാ. അതിന്റെ എണ്ണയാ. എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ആ ശരണ്യക്കൊക്കെ ചെയ്ത് നല്ല പരിചയമുണ്ട്. ഇച്ചിരി എണ്ണ മതിയല്ലേ? എനിക്കവിടെ പറ്റ വന്ന് ക്യാമറ പിടിക്കാൻ പറ്റിയല്ലോ. അല്ല, അപ്പുറത്ത് പാത്രം വെച്ചു ഉടനെ ഇപ്പുറത്തെ മീൻ കോരാൻ പോയാ. ആണോ മീൻ വറുത്തത്? ആ ഒരു തുള്ളി മീനാണോ വറുത്തത്? ഞാൻ ഇനിയും വറുക്കാനുണ്ട്. എന്നാ നമ്മുടെ തോരത്തിലോട്ട് കിടക്ക്. എന്നാ കടുകിട്. എന്നാ തേങ്ങാ തിരുമണം. അപ്പൊ അമ്മേനെ വിളി, തേങ്ങാ തിരുമിത്തരാൻ. ഇപ്പൊ ഈ മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന്. ഓ, രണ്ടടപ്പയിലാണ് അപ്പൊ ശരണ്യ പാചകം ചെയ്തോണ്ടിരിക്കണം അല്ലേ? നീ തേങ്ങ എപ്പോഴാണ് ഇടണ്ടേ? പിന്നെ തീർച്ചയായിട്ടും അവിടെ തീയൊക്കെ നന്നായിട്ട് കത്തണുണ്ട് അടുപ്പ്. ഇളക്കണേന് തലയിട്ട് ഇളക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന് ഇളക്കണമെന്നും പറഞ്ഞു. തീ
ഈ നിർത്തിയാ ഇല്ല ഇനി കുറച്ച് വെച്ച് ആ അങ്ങനെ നമ്മൾ മീൻ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി റെഡി ആവുന്നുണ്ട്. അപ്പൊ പയറ് വെള്ളം നോക്കാം. അയ്യോ പയറ് വെന്ത് പോയാ ആ നല്ല കാര്യമായി. അത്രയും വേഗണം. എനിക്ക് നന്നായിട്ട് വേഗണ പയറാണ് ഇഷ്ടം. മീന് അടുത്ത ട്രിപ്പും നല്ല പറ്റിയല്ലാതെ ഓഫാക്കാൻ മേല ഞാൻ മീനിൻ്റെ അത് മൂത്തില്ലേ മീൻ ഓ ആ നല്ല മുരുവരായിരിക്കണം. ആ ഇത് വെന്ത് കിടക്കിയാണ്. ഇനി ഇത് ഇളക്കണ്ടേ? എന്നാ ഇളക്ക. പയറ് കൂടുതലാണ്, മറ്റേ വാഴക്കൂമ്പ് കുറവാണ്. മീനൊന്ന് മട്ടിക്കോട്ടെ. നമുക്ക് ഉപ്പുണ്ടോ നോക്കട്ടെ. ഒക്കെ ഉണ്ടാവുന്ന തന്നെത്താൻ നോക്കിയാൽ മതി കേട്ടാ. ഞാൻ തിന്നിയല്ലല്ലോ എന്നാലും ഞാൻ വയറ് തോരൻ തിന്നും കേട്ടോ. പക്ഷെ ചൂടയുടെ നോക്കിയാ ഞാൻ ആ ഇപ്പൊ എന്നെ അടിക്കാന്ന് വെച്ചാൽ എത്തുന്നില്ലേ? മുളക് പൊടി കുറച്ച് മതി. ജീരകം അതെടുത്ത് വെച്ചില്ല ഞാൻ. വെളുത്തുള്ളിയൊക്കെ ചീവി വരണ്ടേ? അറിയാൻ വേണ്ട. വെള്ളപ്പോൾ അടുക്കള കയറണം. കൊച്ചു പിള്ളേരൊക്കെ അറിയാമല്ലോ. ഓ എൻ്റെ പൊന്നെ എനിക്കറിയാൻ മേലേ. ചതച്ചെടുക്കട്ടെ. ചതച്ച ആ ഇതെല്ലാം കഴുകാൻ കിടക്കുക. അല്ല ഒന്നും കൂടെ ഞാൻ പറയും, ഇതെല്ലാം കഴുകാൻ കിടക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ബസ്സുള്ളത് ഇങ്ങനെ അരച്ചോണ്ട് വരാം. എന്തോ അല്ല ഈ പീച്ചിങ്ങായൊന്നും വെച്ചില്ലല്ലോ. ഇത് കഴിയുമ്പോ തോരൻ്റെ ഒന്ന് വെച്ച് ഞാൻ ആ ഒടിക്കാതെ കൊണ്ടുവന്ന പീച്ചിങ്ങായാണ്. അത് ഒടിച്ച് കളഞ്ഞല്ലേ? ചതച്ചെടുത്തത് ചതയ്ക്കാലോ. ഞാനിപ്പോ ഇത് അതിലേക്ക് ഇട്ട് ഇങ്ങനെ ഇളക്കട്ടെ. അത് ചൂടായിട്ട് ആണോ? അതിച്ച് വെന്ത പയറായിപ്പോയി. എന്നാലും അന്നേരം ടേസ്റ്റ് വന്നത് അതറിയാവോ? പയർ വെന്താലേ ടേസ്റ്റ് ഉള്ളൂ. ആ ഇപ്പൊ തോരനല്ലേ? പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനെ കുഴഞ്ഞു കിടക്കുന്നത്. അപ്പൊ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഇന്ന് കിട്ടി അല്ലേ? നമ്മുടെ കൂമ്പുതോരൻ റെഡി ആയ നമ്മുടെ കൂമ്പുതോരൻ എല്ലാരും ചെയ്ത് നോക്കണം കേട്ടോ. എനിക്കറിയുന്ന രീതിയില ഞാൻ ചെയ്തത് കേട്ടോ. പിന്നെ എന്റെ വീഡിയോ ഇത്രയുള്ളൂ. കമന്റ് ചെയ്യുക. പിന്നെ കാര്യമുണ്ട്, കമന്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പീച്ചിങ്ങ വെക്കുന്ന കാണിക്കുന്നില്ല. അതാകുമ്പോ ഒത്തിരി നീട്ടം വീഡിയോ വലുതായി പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പീച്ചിങ്ങ പിന്നെ ഒരു ദിവസം വെക്കുന്ന നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇത്രയുള്ളൂ. കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയേക്കാം. ഞങ്ങളെ കൂട്ടുകാരെ അതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ? അടുത്ത വീഡിയോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ?